പയർച്ചെടികൾ വളരുന്നത് നോക്കി 8 വർഷം പാഴാക്കിയെന്നോ? കഷ്ടം തന്നെ. നീണ്ട 8 വർഷം പയർച്ചെടികളെ നിരീക്ഷിച്ച് താൻ എത്തിച്ചേർന്ന നിഗമനങ്ങൾ ഒരു ശാസ്ത്രജ്ഞൻ വിശദീകരിക്കുന്നതിനിടയിൽ സദസ്സിൽ നിന്നുയർന്ന മുറുമുറുപ്പാണിത്. പാരമ്പര്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് പിൽക്കാലത്ത് ലോകം വാഴ്ത്തിപ്പാടിയ ഗ്രിഗർ ജൊഹാൻ മെൻഡലായിരുന്നു ആ ശാസ്ത്രജ്ഞൻ. ജീനോം പ്രോജക്റ്റുകൾ അടക്കമുള്ള വിസ്മയ നേട്ടങ്ങളിലൂടെ ജനിതക എഞ്ചിനീയറിംഗും ജീവരഹസ്യങ്ങൾ കൈപ്പിടിയിലൊതുക്കി ജൈവസാങ്കേതിക രംഗവുമൊക്കെ മുന്നേറുമ്പോൾ ജനിതകശാസ്ത്രത്തിന് അടിത്തറയിട്ട മെൻഡലിൻ്റെ സംഭാവനകൾക്ക് തിളക്കം കൂടി വരുന്നു. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ജീവിച്ചിരുന്ന കാലത്ത് തൻ്റെ മഹത്തായ കണ്ടെത്തലുകൾ ലോകം അംഗീകരിക്കുന്നത് കാണാനുള്ള ഭാഗ്യം ആ ശാസ്ത്രജ്ഞനുണ്ടായില്ല. 1822 അന്ന് ഓസ്ട്രിയയുടെയും ഇപ്പോൾ ചെക്കോസ്ലോവാക്യയുടെയും ഭാഗമായ ഹൈൻസെൻ ഡോർഫിൽ ഒരു കർഷക കുടുംബത്തിൽ ആന്റണിയുടെയും റോസനിൻ്റെയും മകനായാണ് മെൻഡലിൻ്റെ ജനനം. ദരിദ്ര കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ കാരണം തടസ്സങ്ങളും വെല്ലുവിളികളും നിറഞ്ഞതായിരുന്നു വിദ്യാഭ്യാസ കാലഘട്ടം. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഊർജതന്ത്രവും പ്രകൃതിശാസ്ത്രവും പഠിക്കാൻ കോളേജിൽ ചേർന്നെങ്കിലും പഠനം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. ഒടുവിൽ 1843 ബ്രണ്ണിലെ സെമിനാരിയിൽ ചേരുകയും 4 വർഷത്തിനു ശേഷം പുരോഹിതനാവുകയും ചെയ്തു. പിന്നീട് അധ്യാപകനായും പ്രവർത്തിച്ചു. അതിനിടയിൽ വിയന്ന സർവകലാശാലയിൽ ചേർന്ന് പഠനം തുടർന്നു. പഠനശേഷം തിരിച്ചെത്തിയ മെൻഡൽ ഗവേഷണ താൽപ്പര്യം ഉപേക്ഷിച്ചില്ല. സെമിനാരിയിലെ തോട്ടത്തിൽ ചെടികൾ നട്ടുവളർത്താനും അവയെ നിരീക്ഷിക്കാനും ആ സന്യാസി സമയം കണ്ടെത്തി. 1856ഓടെയാണ് മെൻഡലിൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങൾ പിസംസറ്റൈവം വിഭാഗത്തിൽപ്പെടുന്ന പയറു ചെടിയിലേക്ക് തിരിയുന്നത്. ഇതിനായി അദ്ദേഹം നട്ടുവളർത്തിയത് 25,000-ലധികം പയർച്ചെടികളാണ്. 1856 മുതൽ 1864 വരെ പയർച്ചെടികളിൽ നടത്തിയ ഗവേഷണങ്ങളിലൂടെയാണ് ജനിതകശാസ്ത്രത്തിലെ നാഴികക്കല്ലുകളായ നിയമങ്ങൾ അദ്ദേഹം ആവിഷ്കരിച്ചത്. പയർച്ചെടികളിലെ 7 ജോഡി വിപരീത ഗുണങ്ങളുടെ പാരമ്പര്യ പ്രേഷണം മെൻഡൽ വിശദമായി തന്നെ അപഗ്രഥിച്ചു. കാണ്ഡത്തിൻ്റെ നീളം, ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും, വിത്തിൻ്റെ നിറം മഞ്ഞയും പച്ചയും, വിത്തിൻ്റെ ആകൃതി ഉരുണ്ടതും ചുളുങ്ങിയതും, പൂവിൻ്റെ നിറം ചുവപ്പ്, വെള്ള എന്നിങ്ങനെ പോകുന്നു മെൻഡൽ നിരീക്ഷണ വിധേയമാക്കിയ ഗുണങ്ങൾ. ഉയരം കൂടിയ പയർച്ചെടികളെയും ഉയരം കുറഞ്ഞ പയർച്ചെടികളെയും തമ്മിൽ വർഗസങ്കരണം നടത്തിയപ്പോൾ ഉണ്ടായ പയർച്ചെടികളെല്ലാം ഉയരമുള്ളവയായിരുന്നു. 1ാം തലമുറയിലെ ചെടികളിൽ 2 വിപരീത ഗുണങ്ങളുടെയും ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിലും ഒന്നു മാത്രമേ പ്രകടമാവുന്നുള്ളൂ എന്ന് അദ്ദേഹം സമർത്ഥിച്ചു. 2ാം തലമുറയിൽ ഉയരം കൂടിയ ചെടികളും ഉയരം കുറഞ്ഞവയും തമ്മിലുള്ള അനുപാതം 3:1 ആണെന്നും കണ്ടെത്തി. ഇങ്ങനെ ഓരോ തലമുറയിലും പ്രകടമാവുന്ന സ്വഭാവങ്ങൾ, ഗുപ്തമാവുന്ന സ്വഭാവങ്ങൾ, അവയുടെ അനുപാതം എന്നിവയെക്കുറിച്ചെല്ലാം മെൻഡൽ വിശദമായി പഠിച്ചു. ഈ പഠനഫലങ്ങൾ എക്സ്പെരിമെൻറ്റ്സ് ഓൺ പ്ലാൻ ഹൈബ്രിഡൈസേഷൻ അഥവാ സസ്യസങ്കര പരീക്ഷണങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഈ പരീക്ഷണങ്ങളിൽ നിന്നും ഓരോ സ്വഭാവത്തിൻ്റെയും നിയന്ത്രണത്തിന് കാരണമാവുന്ന പ്രത്യേകമായ ഓരോ ജോഡി ഘടകങ്ങൾ എല്ലാ ജീവികളിലും ഉണ്ടെന്ന് മെൻഡൽ അനുമാനിച്ചു. ഇതിലൊന്ന് മാതാവിൽ നിന്നും അടുത്തത് പിതാവിൽ നിന്നും കൈമാറ്റം ചെയ്യപ്പെടുന്നതാണെന്നും അദ്ദേഹം മനസ്സിലാക്കി. മാതാപിതാക്കളിൽ നിന്ന് സ്വഭാവ സവിശേഷതകൾ ചില ഘടകങ്ങളിലൂടെ സന്താനങ്ങളിലേക്ക് വ്യാപരിക്കുന്നു എന്ന് തെളിയിക്കാനാണ് ആ ശാസ്ത്രജ്ഞൻ ശ്രമിച്ചത്. ഈ ഘടകം മെൻഡൽ ഫാക്ടർ എന്ന പേരിലാണ് അന്ന് അറിയപ്പെട്ടത്. കോശഘടനയെക്കുറിച്ചോ ജീനുകളെക്കുറിച്ചോ ക്രോമസോമുകളെക്കുറിച്ചോ വ്യക്തമായ ധാരണയില്ലാതിരുന്ന കാലത്താണ് ഗ്രിഗർ മെൻഡൽ ഈ കണ്ടെത്തലുകൾ നടത്തിയതെന്ന് ഓർക്കണം. പയർച്ചെടികൾക്ക് പുറമെ തേനീച്ചകളിലും ഗവേഷണങ്ങൾ നടത്തിയ അദ്ദേഹത്തിന് കാലാവസ്ഥാ ശാസ്ത്രത്തിലും വലിയ താൽപ്പര്യമുണ്ടായിരുന്നു. വർഷങ്ങൾ നീണ്ട പരീക്ഷണങ്ങൾക്കൊടുവിൽ പാരമ്പര്യശാസ്ത്രത്തിലെ സുപ്രധാനമായ 3 നിയമങ്ങളാണ് മെൻഡൽ ആവിഷ്കരിച്ചത്. പ്രകട സ്വഭാവ നിയമം, ലോ ഓഫ് ഡോമിനൻസ്, വിവേചന നിയമം, ലോ ഓഫ് സെഗ്രിഗേഷൻ, സ്വതന്ത്ര അപവ്യൂഹന നിയമം, ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്നിവയാണവ. ഒരു ജോഡി വിപരീത ഗുണങ്ങൾ കൂടിച്ചേരുമ്പോൾ അതിൽ ഒരു ഗുണം മാത്രം പ്രകടമാവുകയും മറ്റേത് മറഞ്ഞിരിക്കുകയും ചെയ്യും. ഇതാണ് പ്രകട സ്വഭാവ നിയമം. ബീജകോശങ്ങൾ ഉണ്ടാവുമ്പോൾ ഗുണവിശേഷങ്ങളെ നിർണയിക്കുന്ന പാരമ്പര്യ ഘടകങ്ങൾ ജോഡി പിരിയുകയും ഓരോന്നും ഓരോ ലിംഗകോശത്തിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നതാണ്
വിവേചന നിയമം പറയുന്നത്. രണ്ടോ അതിലധികമോ ജോഡി വിപരീത ഗുണങ്ങൾ കൂടിച്ചേരുമ്പോൾ അതിൽ ഓരോ ജോഡി ഗുണവും അപര ജോഡിയുമായി കൂടിക്കലരാതെ തികച്ചും സ്വതന്ത്രമായി അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കുന്നു എന്നാണ് സ്വതന്ത്ര അപവ്യൂഹന നിയമം പറയുന്നത്. പക്ഷെ മെൻഡൽ തൻ്റെ കണ്ടെത്തലുകൾ അവതരിപ്പിച്ച കാലത്ത് അതിൻ്റെ പ്രാധാന്യം ആർക്കും മനസ്സിലായില്ല. ശാസ്ത്രലോകത്തിൻ്റെ അംഗീകാരമോ ആദരവോ ആ ശാസ്ത്രപ്രതിഭയ്ക്ക് ലഭിച്ചില്ല. തൻ്റെ കണ്ടെത്തലുകൾക്കും ഗവേഷണ പ്രബന്ധങ്ങൾക്കും വലിയ പ്രചാരം നൽകുന്നതിൽ മെൻഡൽ ശ്രദ്ധിച്ചിരുന്നുമില്ല. പൗരോഹിത്യ ജോലിയും പലപ്പോഴും ഗവേഷണങ്ങൾക്ക് തടസ്സമായി. 1884 ജനുവരി 6 മെൻഡൽ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണശേഷം 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ആ കണ്ടെത്തലുകളുടെ പ്രാധാന്യം ശാസ്ത്രലോകം തിരിച്ചറിയുകയും ജനിതകശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന വിശേഷണം നൽകി അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തത്. മെൻഡലിൻ്റെ നിയമങ്ങൾ ലോക ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച ശാസ്ത്രജ്ഞരാണ് ഹ്യൂഗോ ഡ്രീവീസ്, കാൾ കോറൻസ്, എറിക് ഷെർമാക് എന്നിവർ.